രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ അടുത്തൊക്കെ ഉണ്ട്. അപ്പം അവരുടെ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഇടയ്ക്ക് സച്ചിനെ ഫോൺ വിളിക്കുന്നുണ്ട്. സച്ചി എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് എത്രയും വേഗം ഇങ്ങോട്ട് വരണം, കല്യാണത്തിന് സമയമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ശ്രുതിക്ക് വേണ്ടി വാങ്ങണ്ടേ, കല്യാണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ, നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്ത് കൊടുക്കാൻ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് കൊണ്ടുപോയത്. ആ പൈസ ഇനി ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ വണ്ടി ഓടിച്ചാൽ മാത്രമേ ആ പൈസയാകുള്ളൂ, ആ കടം വീട്ടാൻ തന്നെ പറ്റത്തുള്ളൂ. ഇനി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവൻ്റെ കൊടുക്കാനും വേറെ സമ്മാനം കൊടുക്കാനും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിയോട് ഇങ്ങനെ പറയാം. അതുകൊണ്ട് നീ ഫോൺ വെച്ച് ഞാൻ അങ്ങ് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വേഗം തന്നെ വന്നേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അതിന് ശേഷം ഫോൺ വയ്ക്കുവാണ് ചെയ്യുന്നത്. ശ്രുതിയാണ് ആകെ ടെൻഷനിലിരിക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല. ശ്രുതിക്ക് ആകെ ടെൻഷൻ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഈ കല്യാണത്തിന് റെഡിയാവുന്നില്ല. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നീ ഇങ്ങനെ ഒന്നും ഇരുന്ന് വെറുതെ സമയം കളയരുതേ, നീ എങ്ങനെ വേഗം റെഡിയാകാൻ നോക്കാം, അല്ലെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. അപ്പോൾ പറയും എനിക്ക് എന്നാണെങ്കിലും ശ്രുതിയോടൊന്ന് സംസാരിക്കണം, ശ്രുതിയോട് എനിക്ക് തുറന്ന് പറയണം, നീ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ശ്രുതിയോട് ഇവിടെ വരെ ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിന് മുന്നേ ശ്രുതി വിളിക്കുന്നുണ്ട്. ശ്രുതിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു കാര്യം സംസാരിക്കണം, ഇവിടെ വരാവോ എന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ ചന്ദ്രമതി അമ്മ വന്നിട്ട് ഡോറിൽ മുട്ടുവാണ്. അപ്പോഴത്തേക്കും വേഗം ചെന്ന് അവൾ ഡോറ് തുറക്കും. അപ്പോഴത്തേക്കും ഇതാണ് സാരി ഉടുക്കാനുള്ള പുടവയും സ്വർണവും എന്നും പറഞ്ഞ് കൊടുക്കുക കേട്ടോ. അവളതൊക്കെ മേടിച്ച് വെച്ചിട്ട് ചന്ദ്രമതിയുടെ കാലിലേക്ക് വീഴുവാണ്. കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചിട്ട് ചന്ദ്രമതിയുടെ തോളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ വേഗം അവളുടെ തലയിലൊക്കെ തഴിലോടും അങ്ങനെയൊക്കെയാണ്. അവൾ കരയും കേട്ടോ ശ്രുതി. അതിന് എന്താ മോളുടെ മുഖം വയ്യാതിരിക്കുന്നത്, എന്തോ പോലെ ഇരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു രാവിലെ എഴുന്നേറ്റതല്ലേ അതിൻ്റെ ക്ഷീണം. അപ്പോൾ പറയും സാരമില്ല, നമുക്ക് ഇനി വീട്ടിൽ പോയി നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി, കല്യാണമൊക്കെ കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും മോളെ എന്നൊക്കെ പറയുകയാണ്. അതിന് ശേഷം ചന്ദ്രമതി പുറത്തേക്ക് പോകുവാണ്. എന്നിട്ട് ചന്ദ്രമതി ചെന്നിട്ട് പൂജാരിയോട് പറയുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു, എല്ലാം നന്നായിട്ടാണോ ചെയ്യുന്നത്, വലിയ കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാന്നൊക്കെ പറയുന്നു. അപ്പോൾ ദേവിക്ക് മുന്നിലല്ലോ കാശുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുപോലെയാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ പോവാം. പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കൾ വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും ശ്രുതി എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ പറയും ശ്രുതി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ മാറി എന്ന് വെച്ച് തമാശയ്ക്ക് പറയും കല്യാണം നടക്കുമോ, ശ്രുതി പിന്നെ ഒളിച്ചോടി പോയോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, എല്ലായിടത്തും എന്നെ നാണം കെടുത്തും. അപ്പോൾ പറയും അവൾ വന്ന് കയറിയാൽ പിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നാണം കെടുന്ന, രേവതി വന്നേ പിന്നെ ഞാനിങ്ങനെ നാണം കെടുന്ന വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിനെ കുറ്റം പറയണം. എന്നിട്ട് ചെന്നിട്ട് രേവതി നീ മാർക്കിയ, നിനക്ക് ഇതൊക്കെ വല്ലതും ചെയ്യാൻ അറിയോ എന്നുള്ള രീതിയിലൊക്കെ രേവതിയോട് മാറാൻ പറഞ്ഞിട്ട് പൂക്കളൊക്കെ പെറുക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് അവിടുത്തെ ശാന്തി പറയുന്നുണ്ട് അവളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ രേവതി ചെയ്തോളും. ചന്ദ്രമതിയോടും അത് അവിടെ നിന്ന് വെക്കാൻ പറയുവാണ് പൂജാരി ചെയ്യുന്നത്. എന്നിട്ട് ചന്ദ്രമതി അവിടെ വെച്ച് അങ്ങ് മാറി നിൽക്കും കേട്ടോ. അതിനുശേഷം പിന്നെ ശ്രുതിയുടെ അമ്മ വിളിക്കുവാണ്. അപ്പോൾ അമ്മേനെ വിളിക്കുമ്പോഴത്തേക്ക് ശ്രുതി ദേഷ്യപ്പെടും, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് എപ്പോഴും വിളിക്കുന്നത്, മോളെ അല്ല കല്യാണം എന്തായി നല്ല രീതിയിൽ നടക്കാൻ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന മോളേക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ ജീവിതം ഇനി ഇല്ലാതാക്കിയാൽ മതി. അപ്പം മോളെ നീ അങ്ങനെ ഒന്നും പറയില്ല, അങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെ അന്ന് നിങ്ങൾ അവിടെ കയറി വരുമോ, ശ്രുതിയുടെ വീട്ടിൽ കയറി വരുമോ, അതും കൂടെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുമോ ഒക്കെ ചെയ്തില്ലേ. അതുകൊണ്ട് മോളെ പിന്നെ അതും കൂടാതെ ഒരു പ്രായമായ ഒരു മനുഷ്യന് നിങ്ങളെന്നെ കെട്ടിച്ചു കൊടുത്തില്ലേ, 17ാമത്തെ വയസ്സായി, എനിക്കൊരു കുഞ്ഞിനെ തന്നയച്ച് അയാൾ അങ്ങ് പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇനി അങ്ങ് ഞാനെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് നല്ല നിലയിലെത്തിക്കാൻ നോക്കട്ടെ, നിങ്ങൾ ഇനി ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശ്രുതി അമ്മയോട് ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടമായിട്ട് അമ്മ ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുക, അമ്മ ഫോൺ വെക്കുകയാണ്. എന്ന് വെച്ചാൽ അമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ കൂട്ടുകാരോട് പറയാം നീ എങ്ങനെയാലും ചെന്നിട്ട് ശ്രുതിനെ ഇവിടെ വരെ വിളിച്ചിട്ടോ, എനിക്ക് ശ്രുതിയോട് സത്യമൊക്കെ പറയണം, എന്നിട്ട് ആരൊക്കെ പറഞ്ഞാലും ശ്രുതി എന്നെ വേണ്ടാന്ന് വെക്കത്തില്ല, എനിക്ക് ശ്രുതിയിൽ വിശ്വാസമുണ്ട്, എനിക്കതുകൊണ്ട് ശ്രുതിയോട് സത്യങ്ങളൊക്കെ പറയണമെന്ന് പറയണം. അപ്പോൾ കൂട്ടുകാർ പറയും ഇത്രയും നേരം ഇരുന്നിട്ട് നിനക്ക് ഇപ്പോഴാണോ ഇനി പറയണ്ടേ, ഇതിന് മുന്നോ നിനക്ക് പറയാനൊരു അവസരമൊക്കെ കിട്ടിയതല്ലേ, എന്നിട്ട് നീ എന്ന് പറയാതിരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല എനിക്കിപ്പോൾ തന്നെ എന്നാണെങ്കിലും ശ്രുതിയുടെ അടുത്ത് പറയണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രുതിനെ വിളിക്കാനായിട്ട് ശ്രുതി റൂമിലേക്ക് പോവുകയാണ്. ശ്രുതിയുടെ ഫോണിലേക്ക് ഈ ദാസ് വിളിച്ചിട്ട് പറയുകയാണ് നീ റെഡിയായോ, നീ എത്രയും വേഗം റെഡിയായിട്ടിരുന്നു, ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേഗം ടെൻഷൻ ആകും കേട്ടോ. ഇനി എന്ത് ചെയ്യും, അവൻ വന്ന് ആകെ പ്രശ്നമാക്കുമല്ലോ, നവീൻ വന്ന് എല്ലാം ഇങ്ങനെ എല്ലാവരുടെയും മുന്നേ വെച്ച് പറയുമ്പോൾ ആകെ പ്രശ്നമാക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നവീൻ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഏത് നിമിഷം അയാൾ ഇവിടെ എത്തും എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. അതിന് മുന്നേ എന്താണേലും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇനി എല്ലാവരും കൂടെ നവീൻ ഇങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ശ്രുതിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗം ഓക്കെ ആകുമല്ലോ. അപ്പോൾ ശ്രുതിക്ക് എല്ലാം അറിഞ്ഞിട്ടാണല്ലോ എന്നെ കെട്ടുന്നത്, അപ്പോൾ പിന്നെ അതൊരു പ്രശ്നമാകില്ലല്ലോ എന്നൊക്കെയാണ് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ശ്രുതി പറയുന്നത്. ശ്രുതിയുടെ കൂട്ടുകാരി മീര എന്ന് വെച്ച് ശ്രുതിയുടെ റൂമിൽ ചെന്ന് വെച്ച് ഇങ്ങനെ ചെല്ലും. അപ്പോൾ ചോദിക്കുന്നത് എന്താ നീ ഇവിടെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും. നിനക്ക് എന്നോട് എന്നാ സംസാരിക്കാനുള്ള, ഇന്നെൻ്റെ വിവാഹമാണെന്ന് പറയും. അപ്പോൾ പറയും എനിക്കല്ല സംസാരിക്കാനുള്ള, ശ്രുതിക്കാ സംസാരിക്കാനുള്ളൂ, എന്നെ ഇപ്പോൾ അവൾക്ക് സംസാരിക്കാനുള്ള, അതെനിക്കറിയില്ല, നീ ശ്രുതിയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി ചോദിക്കും നീ എന്താ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്, നീ ശ്രുതിയുടെ ഫ്രണ്ടല്ലേ, എന്നിട്ട് നീ വേഗം ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലും, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം പറഞ്ഞു വിടുവാണ്. അപ്പോഴത്തേക്കും ഈ കൂട്ടുകാരി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക. നീ എന്തിനാ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, നീ ആ വേഗം ചെന്ന് ശ്രുതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ ശ്രുതിയുടെ കൂട്ടുകാരി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുക കേട്ടോ. അപ്പോൾ ചോദിക്കും എന്താണെന്ന് ഇങ്ങനെ ചോദിക്കും, ചന്ദ്രമതി ചോദിക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി ആണ് അവളെ വിട്ടതെന്ന് പറയുന്നു. ഇപ്പം എന്താ ഇനി അവൾക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയും ഇങ്ങനെ ശ്രുതിയും കൂടെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കേ.